അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. വലിയ ഒരു സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. മരിച്ചുപോയ ആളുകൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സുകളിലൂടെ മാത്രമാണ് അവരുടെ ജീവിതം തുടരുന്നത്. അതവർ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു കാലവും വ്യാപ്തിയും ഒക്കെ പരിഗണിക്കപ്പെടുക. അത് ഇപ്പൊ ഈ സ്ഥലത്തിന് നമ്മൾ ഉമ്മൻചാണ്ടി നഗർ എന്ന് പേരിടുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നു. അല്ലെങ്കിൽ ചില സിനിമാ നടന്മാരുടെ സിനിമ നമ്മൾ അവരുടെ രംഗങ്ങൾ കാണുന്നു. എന്തുതന്നെയായാലും അവരാ ചെയ്തു വെച്ച കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുമ്പോഴാണ് അവരെ നമ്മൾ ഓർക്കുക. ഇന്ന് ഈ ഒരു സായം സന്ധ്യയിൽ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ രണ്ട് വലിയ ആളുകളെ നമ്മൾ ഒന്നിച്ച് ഓർക്കുകയാണ്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറാണ്, മറ്റൊന്ന് പ്രകാശേട്ടനാണ്. ഇവരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഓർക്കാനൊരു അവസരം ഉണ്ടാകുക, ആ അവസരത്തിന് ഞാനൊരു കാരണമാകുന്നു എന്നതാണ് ഞാൻ ഇതിലൊരു വലിയ കാര്യമായി കണ്ടത്. ഇങ്ങനെ ഒരു അവാർഡ് തരലും ഈ അവാർഡിന്റെ ചടങ്ങുമൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഒത്തുകൂടിയതും ഇപ്പോൾ അവരെ ഓർക്കുന്നതുമെല്ലാം. ഒരു അവാർഡ് തന്നതിന് ചർക്ക സംഘടനയോടുള്ള എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് സഹപ്രവർത്തകനായിട്ടുള്ള റിയാസ് മുക്കോളി. റിയാസ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തെങ്കിലും മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെ എന്തെങ്കിലും പരിപാടികളുമായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ചടങ്ങ് ഏകോപിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും സമയം പലപ്പോഴും അതിനനുവദിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി മാറി മറിഞ്ഞ് മേറ്റ പരിപാടികൾ മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വന്ന് മാറുക, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ അത് റിയാസ് അത് ഇവിടെ കൃത്യമായിട്ട് ഇത്രയും മനോഹരമായ രീതിയിൽ സംഘടിപ്പിച്ച് ഈ ചടങ്ങിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതൊരു വലിയ കാര്യം. അതിന് ഞാൻ റിയാസിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വലിയ കാര്യമാണ് ഇതൊക്കെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത്. സംഘാടന മികവാണല്ലോ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ കഴിവുകളായി കണക്കാക്കേണ്ടത്. അത് അവോളമുള്ള ആളാണ് റിയാസ്. അദ്ദേഹം ഇത് സംഘടിപ്പിക്കുന്നതിൽ വലിയ സന്തോഷം. പിന്നീട് ഇപ്പൊ പലതവണ പറഞ്ഞു കേട്ട ഒരു കാര്യം, ഞാനങ്ങനെ ഇന്ന വിഷയം സംസാരിക്കണം അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടാകുന്ന പോലും പ്രതീക്ഷിച്ച് വന്ന ആളല്ല. ഇപ്പൊ പലതവണ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് സ്വന്തം രാഷ്ട്രീയം തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച എന്നുള്ള വാക്ക്. ശരിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയം തുറന്നു പറയുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്നിരിക്കുകയും ഇത് പറഞ്ഞ സാഹചര്യത്തിൽ പലപ്പോഴും ഈ ചങ്കൂറ്റത്തിന്റെ ഒരു പ്രസക്തി അവിടെ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന കലാപ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് തുറന്നു പറയാതിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ട് തന്നെയാണ്. നമ്മൾ തന്നെ ചില അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പോഴോ അല്ലാതെയൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു TV പരിപാടിയോ ഒരു പ്രസ്താവനയൊക്കെ കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം കാണുമ്പം ഷെയ്ക്ക് ഹാൻഡ് തരുമ്പം കയ്യിലൊരു എക്സ്ട്രാ ഞെക്ക് ചിലർ തരും. എന്നിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടും. നീ പറഞ്ഞോ, ഞങ്ങൾ നിശബ്ദമായിട്ട് പുറകിലുണ്ടെന്ന്. നല്ല നഷ്ടമില്ലല്ലോ, പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മതിയല്ലോ, ഞാൻ പോയി പറഞ്ഞോളൂല്ലോ. അപ്പൊ ഞാൻ ഈ ഞെക്കുന്നവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താണ്, നിങ്ങൾക്കും ഇത് തുറന്ന് പറഞ്ഞുകൂടെ, എന്തിനാണ് എന്ന് ചോദിക്കുമ്പം പലപ്പോഴും നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ശേഷിയോളം തന്നെ പ്രസക്തിയുണ്ട് ഉപദ്രവിക്കാനുള്ള ശേഷിക്ക്. നമുക്ക് ഭൂരിപക്ഷം ആളുകൾക്കും കോൺഗ്രസ്സുകാർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരുപാട് ശേഷിയുണ്ട്. പക്ഷെ നമുക്ക് ആരെ ഉപദ്രവിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിലൊരു വലിയ വ്യത്യാസം വരുന്നത്. ഇത് തുറന്നു പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ, ഏതെങ്കിലും ഒരു നടനോ നടിയോ ആരെങ്കിലും അയാളുടെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ആരും പോയി അവരെ ഉപദ്രവിക്കുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് പെട്ടെന്ന് ആക്രമിക്കാൻ വരുന്നതും. ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്റർനെറ്റ് പരിപാടികളൊക്കെ ഉള്ളൂ, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ചങ്കൂറ്റത്തിന്റെ പ്രസക്തി വന്നത് അവിടെയാണ് എന്നത് പറഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. എങ്കിലും ഞാൻ പിന്നീട് ആലോചിച്ചു, എന്നോട് പലരും പല കാലഘട്ടത്തിൽ ഈ തീരുമാനം ശരിയായിരുന്നോ, ഇത് പറയേണ്ടതുണ്ടായിരുന്നോ, തിരുത്തി പറഞ്ഞേക്കൂ എന്നുവരെ എനിക്ക് ഉപദേശം തന്ന ആളുകൾ എത്രയോ ഉള്ളപ്പോഴും ഒരാൾ ചോദിച്ചു, പോയി ഇത്രയൊക്കെ നടന്നു, ഇപ്പൊ 2-3 കൊല്ലായി, എന്ത് ലാഭം എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അങ്ങനെ ഒരു ലാഭത്തിന്, ഞാനൊരു ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെട്ട ഒന്നും അല്ലല്ലോ. ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയാലല്ലേ ലാഭത്തിന് നഷ്ടത്തെക്കുറിച്ചൊക്കെ ചോദ്യമുള്ളൂ. കാരണം പൊതുപ്രവർത്തനമാണ് നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും ചെയ്യുന്നതും പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതും. എന്നാൽ ഇപ്പോൾ മറ്റ് പല പാർട്ടികളിലും പാർട്ടി പ്രവർത്തനമാണ് കൂടുതലുള്ളത്. ഇത് കേൾക്കുമ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പൊതുപ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും രണ്ടും രണ്ട് തന്നെയാണ്.
മറ്റു പാർട്ടികളിലുള്ള ഭൂരിപക്ഷം ആളുകളും പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്നത് പോലെ പാർട്ടിയെ വളർത്താൻ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളിടത്താണ് പാർട്ടി പ്രവർത്തനമാകുന്നത്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആകുന്നിടത്ത് മാത്രമാണ് രാഷ്ട്രീയം ഏറ്റവും ഗംഭീരമായ സുന്ദരമായ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഈ പാർട്ടി പ്രവർത്തനം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഒരു പൊതുകാര്യം നല്ലതായി ചെയ്തിട്ട് അത് ഇന്ന പാർട്ടിയാണ് ചെയ്തത് എന്ന് പറയാം. പക്ഷെ വർത്തമാനകാലത്തിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ന്യായീകരിക്കൽ മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അവൻ നല്ലൊരു പാർട്ടിക്കാരനാന്ന് പറഞ്ഞാൽ അവൻ നല്ലോണം എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നവനാണ് എന്നുള്ളതാണ് അർത്ഥം. അത്തരത്തിൽ പാർട്ടി പ്രവർത്തനം നമുക്ക് പാർട്ടി പ്രവർത്തകരുടെ എണ്ണം മറ്റു പല പാർട്ടികളും കൂടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഈയിടെ ഒരു ബൂത്ത് കമ്മിറ്റി എന്റെ നാട്ടിൽ തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, കോൺഗ്രസിനുണ്ടാകുന്ന ഒരു സ്ഥലം ഒരു പൊതു ഇടമാണ്, അവിടെ ആർക്കും കടന്നു വരാം. ഞാൻ അവിടെയും പ്രസംഗിച്ചു. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാർ 50 വർഷമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നത്. പക്ഷെ അതൊരു പാർട്ടി ഗ്രാമമല്ല. നിങ്ങൾ അവിടെ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. പക്ഷെ വേറെ പാർട്ടികൾ ഏതെങ്കിലും ഒരു നാട്ടിൽ 50 കൊല്ലം ഭരിച്ചാൽ അതൊരു പാർട്ടി ഗ്രാമമായിരിക്കും. അവിടെയുള്ള ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, കല്യാണത്തിൽ, ഒളിച്ചോട്ടത്തിൽ, വീടുവെപ്പിലൊക്കെ കൃത്യമായ ഇടപാടുമായി പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഉണ്ടാവും. പക്ഷെ കോൺഗ്രസ് എത്ര നാൾ ഭരിച്ചാലും ഒരു സ്ഥലത്തെ അങ്ങനെ മാറ്റിയെടുക്കുന്ന സ്വഭാവമില്ലാത്ത ഒരു ആശയ ഗുണം ഇതിനുണ്ട്. ഞാൻ അവിടെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് എനിക്കെപ്പോഴും വലിയൊരു അഭിമാനമായി തോന്നുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമുക്കിടയിൽ ഈ ഇപ്പൊ ചർക്കയെ കുറിച്ച് റിയാസ് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം പറയണം, മനുഷ്യരൊരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും അവന് കിട്ടുന്ന ഡാറ്റാസ് വെച്ചിട്ടാണ്. നിങ്ങളൊരു വണ്ടി മേടിക്കാൻ തീരുമാനിച്ചാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റാസ്, അതിന് മൈലേജ് ഉണ്ട്, മറ്റോ ഉണ്ട്, മറിച്ചുകൊണ്ട് ഇങ്ങനെ അതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ തെറ്റാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം സ്വാഭാവികമായിട്ടും തെറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. വർത്തമാനകാലത്തിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ പലതും തെറ്റാണ്. തെറ്റായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കാനും അത് സത്യമാണെന്ന് തോന്നിക്കാനും പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലാണ് മറ്റു പാർട്ടികളുടെ കയ്യിൽ ഭരണം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ ഉപയോഗം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത്, റിയാസ് ചർച്ച ചെയ്ത നല്ല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് നല്ലതാണെന്ന് പറയാൻ കാരണം, കോൺഗ്രസ് ഒന്നും ചെയ്ത നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടായിരുന്നു. അത് കടമയല്ലേ, നമ്മളിത് എന്തിനാണ് പറയുന്നത് എന്നുള്ള പോലെ ചിന്തിച്ചിട്ടാണ് 10 വർഷം നിന്നുള്ളത്. ഒരു ട്രെയിൻ കേരളത്തിൽ വന്നാൽ അതിന് എന്തുമാത്രം പബ്ലിസിറ്റി ഇന്നുണ്ട്. ഒരു റോഡ് വന്നാൽ അതിന് എന്തുമാത്രം പബ്ലിസിറ്റിയാണ് ഇന്ന് കൊടുക്കുന്നത്. ഇക്കണ്ട റോഡും ഇക്കണ്ട ട്രെയിനുകളും ഇക്കണ്ട സ്റ്റേഡിയങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നപ്പോഴും പലതിനും കാര്യമായൊരു നല്ല ഉദ്ഘാടനം പോലും ഇല്ലാതെ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് പറയാതെ പോയതുകൊണ്ടാണ് ഇന്ന് 60 വർഷം എന്ത് ചെയ്തു എന്നൊക്കെ പലരും ചോദിക്കുന്നത്. അത് ഏതാണ്ട് 12% താഴെ മാത്രം വിദ്യാഭ്യാസമുള്ള 40 വയസ്സ് വരെ ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസുള്ളൊരു കാലത്ത് ഇന്ത്യ പോലൊരു രാജ്യത്തെ കൈ കിട്ടുകയും രാജ്യത്തിന്റെ മേളിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ, ഹിന്ദി പറഞ്ഞാൽ നാട്ടില് ഒരു രാജ്യത്തിന്റെ പകുതി ആളുകൾക്ക് പോലും മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥയും ഓരോ സംസ്ഥാനങ്ങളും വേറെ വേറെ സംസ്കാരങ്ങളോടുകൂടി മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എടുത്ത് അവിടെ നിന്നൊരു കാര്യം, ഇപ്പം നോട്ട് നിരോധിച്ചു എന്ന് പറയണമെങ്കിൽ ഒരൊറ്റ പത്രസമ്മേളനം നടത്തിയാൽ ഓൾ ഇന്ത്യ തലത്തിൽ കേൾക്കും. അന്നൊന്നും അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി ഇന്ത്യ മുഴുവൻ അറിയിക്കാൻ പറ്റില്ല. സാങ്കേതിക വിദ്യകളില്ല, വിവര സാങ്കേതിക വിദ്യകളില്ല, ഇന്റർനെറ്റ് ഇല്ല, ടെലിവിഷൻ ഇല്ല, റേഡിയോയ്ക്ക് ലൈസൻസ് വേണം, അതാകെ ഒരു വീട്ടിൽ 4 സ്ഥലത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഇതിന്റെ ഒരു സംഘാടനം, ഏകോപനമൊക്കെ നടത്തി ഒരു രാജ്യത്തെ ഇത്തരണത്തിൽ എത്തിയ ആളുകൾ ഇപ്പോൾ കൊടുക്കുന്ന തെറ്റായ വിവരങ്ങളാണ് പലപ്പോഴും അവരെ വിജയിപ്പിച്ച് നിർത്തുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉറക്കെ പറയാൻ ഇനിയും നമുക്ക് മുന്നേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ധൈര്യമായിട്ട് പറയേണ്ടതുണ്ട്. റിയാസ് ചെയ്ത ആ ഒരു കാര്യം കേട്ടപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും സുദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം പരസ്പരം അറിയുന്നവരുമാണ്. ഇവിടെ അതിനെക്കുറിച്ച് അതുകൊണ്ട് ഒരുപാട് പറയേണ്ടതായിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. റിയാസ് എന്ന ചെറുപ്പക്കാരന്റെ ഈ വലിയ അധ്വാനത്തോട്, മൺമറഞ്ഞു പോയവരെ ഓർക്കാൻ കാണിക്കുന്ന ഈ മനസ്സിനോട്, അതിന് തിരഞ്ഞെടുക്കാനാണെങ്കിൽ പലരെയും തിരഞ്ഞെടുക്കുകയും കൊടുക്കാനും ഒക്കെ പറ്റും എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എങ്കിലും അത്തരത്തിലൊരു അംഗീകാരം തരണമെന്ന് വിചാരിച്ചപ്പോൾ അതിനെന്നെ തീരുമാനിക്കുകയും എന്റെ കൂടെ സൗകര്യം കണക്കിലെടുത്ത് അത് ഇവിടെ വച്ച് തരാൻ തീരുമാനിക്കുകയും ചെയ്തതിന് ഞാൻ ഏറെ
നന്ദി അറിയിക്കുന്നു. റിയാസിന്റെ ആഗ്രഹത്തോടൊപ്പം നിന്ന് MP, MLA, ഇവിടുത്തെ നഗരസഭയുടെ പ്രവർത്തകർ, സർവോപരി അവനവന്റെ ജീവിതത്തിൽ നിന്ന് സമയം മാറ്റിവെച്ച് എനിക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷീൽഡ് തരുന്ന ചടങ്ങിന് ഇത്രയും പേര് വരണമെന്നൊന്നുമില്ല. ഇവിടെ ഗാനമേളയും മിമിക്രിയും ഒന്നും നടക്കുന്നില്ല എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ചടങ്ങിലേക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ല, ഞാൻ വരുന്നതും നിൽക്കുന്നതും എല്ലാം ഇതിൻ്റെ ഒരു നല്ല സമയം എന്ന് പറയുന്ന സമയങ്ങളിലായിരുന്നില്ല. അത്തരത്തിലൊരു നല്ല സമയത്തേക്ക് കോൺഗ്രസ് എത്തട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റട്ടെ, ശരിയുടെ പാത തെളിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വാക്കുകളാൽ നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്ദി.